ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റർ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ചിരട്ട ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചിരട്ടകളാണ്. 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് നല്ല ഷേപ്പിലുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ചിരട്ടയുടെ റഫായിട്ടുള്ള ഭാഗം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. അപ്പോൾ 2 ചിരട്ടകളും അതേപോലെ സ്മൂത്ത് ആക്കി എടുക്കുക. ഇനി നമുക്കതിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. ഇതുപോലെ ചിരട്ട മുഴുവനുമായിട്ടും റെഡ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്ത ചിരട്ട നമുക്ക് ഇതേപോലെ തന്നെ പെയിൻറ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റ്, യെല്ലോ, ബ്രൗൺ കളർ പെയിൻറ്റുകളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ നമുക്ക് ചിരട്ടയിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പെയിൻ്റൊക്കെ ഉണങ്ങി നന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കുള്ള ഡിസൈനാണ് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം റെഡ് കളർ പെയിൻറ് ചെയ്തിട്ടുള്ള ചിരട്ട എടുക്കുക. എന്നിട്ട് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് അതേപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. നമ്മൾ ഡോളിൻ്റെ തീമിലുള്ള ഡെസ്ക് ഡെക്കറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു ഫ്രോക്ക് പോലെ പെയിൻറ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കായിട്ട് വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് ചെയ്തതുപോലെ തന്നെ എല്ലാ സൈഡും ഈ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത യെല്ലോ കളർ ചെയ്തിട്ടുള്ള ചിരട്ട പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഫേസ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഫേസിൻ്റെ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അതിനുശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് അതിന് മുകളിലായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ബ്രഷ് ഉള്ളവർ ഇതേപോലെ ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് പെയിൻറ് ഉപയോഗിച്ചിട്ട് തന്നെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതേപോലെ 2 ചിരട്ടകളും ഒട്ടിച്ചു കൊടുക്കാം. ചിരട്ട ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെടി വെച്ച് കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.